Hello dear students, welcome back to School at Home. Today we are going to discuss about 4 topics, that is inflammatory response, phagocytosis, blood clotting and healing of wounds. Let's move on to the first topic, that is inflammatory response. What do you mean by a inflammatory response? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസിനെ അതായത് WBCയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ദർ ആർ 5 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് WBCs. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള WBC ആണ് ഈസിനോഫിൽ എന്ന് പറയുന്നത്. എന്തായിരുന്നു ഈസിനോഫിലിൻ്റെ ഫങ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ടു സിന്തസൈസ് കെമിക്കൽസ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള ദാറ്റ് മീൻസ് വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസസ് രാസവസ്തുക്കൾ ഉണ്ടാക്കുക എന്നതാണ് ഈസിനോഫിൽ എന്ന WBCയുടെ ഫംഗ്ഷൻ. സോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ടെന്ന്. ഹാവൻ യു നോട്ടീസ്ഡ് ദാറ്റ് വെൻ എ വൂണ്ട് ഒക്കേഴ്സ് ദാറ്റ് പാർട്ട് സ്വെൽസ് അപ്പ്? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കാലിലോ അല്ലെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഭാഗം ജസ്റ്റ് ഒന്ന് വീർക്കും, സ്വെല്ല് ചെയ്യും, അതായത് ഒരു നീര് വരും. നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? ദിസ് ഈസ് കോൾഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. അതിനെയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാകുമ്പോൾ ആ ഭാഗം ചെറുതായി ഒന്ന് നീര് വരിക അല്ലെങ്കിൽ വീർക്കുക, വീങ്ങൽ വരിക, അതിനെയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിലൂടെ മനസ്സിലാക്കാം. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേംസ് എൻറ്റർ ത്രൂ വൂൺസ്. മുറിവിലൂടെ ജേംസ് അഥവാ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് കടക്കുകയാണ്. കണ്ടോ? ജേംസ് എൻറ്റർ ത്രൂ വൂൺസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കാലിലൊരു ആണി കയറിയെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു മുറിവിലൂടെ എന്തുണ്ടാവും? ജേംസ്, രോഗാണു നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും അല്ലേ? ജേംസ് എൻറ്റർ ത്രൂ വൂൺസ്. അതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എ പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽസ്. അവിടെ എന്തുണ്ടാവും? കെമിക്കൽസ്, രാസവസ്തുക്കൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഈ കെമിക്കൽസ് ഉണ്ടാകുന്നത്? ജേംസ് ആണോ, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുള്ള ജേംസ് ആണോ ഈ കെമിക്കൽസ് ഉണ്ടാക്കുന്നത്? അല്ല. പിന്നെ ആരാണ് ഈ കെമിക്കൽസ് ഉണ്ടാക്കുന്നത്? ദ സെൽസ് ദാറ്റ് ഗെറ്റ് ഡാമേജ്ഡ് ബൈ എ വൂണ്ട് ഓർ ബൈ ആൻ ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് സെർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസ്. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായെന്ന് പറഞ്ഞില്ലേ? ആ മുറിവുണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള സെൽസ് എല്ലാം ഡാമേജ് ആവും അല്ലേ? ഇപ്പം നമ്മുടെ കാലിലാണ് ഒരു ആണി കയറിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാലിൽ ആണി കയറിയിട്ടുള്ള ആ ഭാഗത്തെ സെൽസ് എല്ലാം ഡാമേജ് ആവില്ല ചെയ്യുന്നത്. അതല്ലേ വൂണ്ട് അഥവാ മുറിവ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ നമുക്ക് മുറിവുണ്ടായത് ആ ഭാഗത്തെ സെൽസ് എല്ലാം ഡാമേജ് ആവുകയും അങ്ങനെ ഡാമേജ് ആയിട്ടുള്ള സെൽസ് ചില കെമിക്കൽ സബ്സ്റ്റൻസസ്, രാസവസ്തുക്കൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേംസ് എൻറ്റർ ത്രൂ വൂൺസ്. മുറിവിലൂടെ ജേംസ്, രോഗാണുക്കൾ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള കെമിക്കൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. അതിൽ കെമിക്കൽസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദ സെൽസ് ഗെറ്റ് ഡാമേജ്ഡ് ബൈ ദി വൂണ്ട്. മുറിവിലൂടെ ഡാമേജ് ആയിട്ടുള്ള സെൽസ് ആണ് ഈ കാണുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസസിൻ്റെ ഫങ്ഷൻ എന്ന് നോക്കാം. ദിസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ ഹെൽപ്സ് ടു ഡൈലേറ്റ് ദി ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ഇൻക്രീസിങ് ദി ബ്ലഡ് ഫ്ലോ ഇൻ ടു ഇറ്റ്. ഈ കെമിക്കൽ സബ്സ്റ്റൻസസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കാപ്പിലറീസ് അതായത് രക്തലോമികയെ വികസിപ്പിക്കുക, രക്തലോമികയെ ഡൈലേറ്റ് ചെയ്യുക അഥവാ വികസിപ്പിക്കുക എന്നതാണ് ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസിൻ്റെ ഫങ്ഷൻ. ഒപ്പം അതിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ, രക്തപ്രവാഹം കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ബ്ലഡ് കാപ്പിലറീസിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ ഒരു ബ്ലഡ് ഫ്ലോ രക്തപ്രവാഹത്തെ കൂട്ടുകയും ഒപ്പം തന്നെ ഈ ഒരു ബ്ലഡ് കാപ്പിലറിനെ ഡൈലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഡാമേജ്ഡ് സെൽസ്. സോ തേർഡ് സ്റ്റെപ്പ് അതാണ്, ബ്ലഡ് കാപ്പിലറീസ് ഡൈലേറ്റ് ചെയ്യുന്നു. നോക്കൂ, ഈ ഒരു പിക്ചറും ഈ ഒരു പിക്ചറും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ? ഇതാണ് ബ്ലഡ് കാപ്പിലറീസ്, അതായത് എവിടെയാണോ മുറിവുണ്ടായിട്ടുള്ളത് അതിനടുത്തുള്ള ബ്ലഡ് കാപ്പിലറിയാണ് ഇത്. ഇത് നോക്കൂ, ഇവിടെ ഡൈലേറ്റ് ചെയ്തിട്ടില്ല, കണ്ടോ? എന്നാൽ ഈ ഒരു പിക്ചറിൽ നോക്കൂ, കുറച്ചും കൂടി ഡൈലേറ്റ് ചെയ്തിട്ടില്ലേ ബ്ലഡ് കാപ്പിലറി? ഇതിൻ്റെ വിഡ്ത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, നന്നായി ഡൈലേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അതിന് കാരണം. സോ ആ ഒരു ബ്ലഡ് ഫ്ലോ കൂട്ടുകയും ഒപ്പം ബ്ലഡ് കാപ്പിലറിനെ ഡൈലേറ്റ് ചെയ്യുന്നതും കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ആഫ്റ്റർ ദാറ്റ് the blood plasma and more white blood cells are reach the wound site through the wall of blood capillaries. സോ അതിനുശേഷം ഈ ബ്ലഡ് കാപ്പിലറി ഡൈലേറ്റ് ആവുകയും അതിലൂടെയുള്ള ആ ഒരു രക്തപ്രവാഹം, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ
ഇവിടെ കാണുന്ന ഇതാണല്ലോ, ഇതിലൂടെയല്ലേ, ഈ ബ്ലഡ് കാപ്പിലറിയിലൂടെയല്ലേ നമ്മുടെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ബ്ലഡിൽ ആരൊക്കെയുണ്ട്? WBC ഉണ്ട്, RBC ഉണ്ട്. കണ്ടോ, ഇതാണ് RBC, ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ. RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട് അല്ലേ. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ബ്ലഡിൽ, നമുക്കറിയാം. അപ്പോൾ ഈ ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ആവുന്നത് വഴി ബ്ലഡിലുള്ള ബ്ലഡ് പ്ലാസ്മയും, നമുക്കറിയാം, നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്, അവർ ബ്ലഡ് കണ്ടെയ്ൻസ് 55% പ്ലാസ്മ. നമ്മുടെ ബ്ലഡിലെ 55% എന്താണുള്ളത്? പ്ലാസ്മയാണ്. ആ ഒരു ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള ബ്ലഡ് പ്ലാസ്മയും ഒപ്പം WBCസും, വൈറ്റ് ബ്ലഡ് സെൽസിലെ, ഇതാണ് കേട്ടോ, ഈ ഒരു ബ്ലൂ മാർക്ക് ആണല്ലേ, ഇതാണ് WBC എന്ന് പറയുന്നത്. ഈ WBCയും ബ്ലഡ് പ്ലാസ്മയും ഈ ഒരു ബ്ലഡ് കാപ്പിലറിയിൽ നിന്ന് ഈ വോള് കണ്ടോ, ഈ ബ്ലഡ് കാപ്പിലറിയുടെ വോൾ മറികടന്നിട്ട് എവിടേക്ക് എത്തും? വൂണ്ട് സൈറ്റ്, അതായത് എവിടെയാണോ മുറിവുണ്ടായത് അവിടേക്ക് ഈ ഒരു WBCയും ബ്ലഡ് പ്ലാസ്മയും എത്തുകയാണ് ചെയ്യുന്നത്. സോ ദ ബ്ലഡ് പ്ലാസ്മ ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് ആർ റീച്ചസ് ഇൻ ടു ദി വൂണ്ട് സൈറ്റ് ത്രൂ ദി വോൾ ഓഫ് ബ്ലഡ് കാപ്പിലറീസ്. രക്തലോമികയുടെ ഭിത്തിയിലൂടെ ധാരാളം ബ്ലഡ് പ്ലാസ്മയും വൈറ്റ് ബ്ലഡ് സെൽസും മുറിവുണ്ടായ ഭാഗത്തേക്ക് നീങ്ങുന്നു. കണ്ടല്ലോ, ഈ 4th സ്റ്റെപ്പാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് 5th സ്റ്റെപ്പാണ്. ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ്. ദെൻ ഈസിനോഫിലിനെ കൂടാതെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് WBC ഉണ്ട് അല്ലേ. അതിൽ തന്നെ ന്യൂട്രോഫിൽസും മോണോസൈറ്റുമാണ് ഈ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ജേംസിനെ എന്ത് ചെയ്യുന്നത്? എൻഗൾഫ് ചെയ്യുന്നത്, വിഴുങ്ങി നശിപ്പിക്കുന്നത്. സോ നമുക്കറിയാം, ഈ ഒരു മുറിവിലൂടെ നമ്മുടെ ജേംസ് എല്ലാം ഇവിടേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബ്ലഡ് കാപ്പിലറി ഡയലേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ഇവിടെയുള്ള ബ്ലഡ് പ്ലാസ്മയും വൈറ്റ് ബ്ലഡ് സെൽസ് എല്ലാം എവിടേക്ക് എത്തും? വൂണ്ട് സൈറ്റിലേക്ക് എത്തും അല്ലേ. അപ്പോൾ അവിടെയുള്ള WBC ആയിട്ടുള്ള ന്യൂട്രോഫിലും മോണോസൈറ്റും എന്ത് ചെയ്യും? ഇവിടെ കാണുന്ന ഈ ജേംസിനെല്ലാം എൻഗൾഫ് ചെയ്യും, വിഴുങ്ങും ചെയ്യും, ഒപ്പം ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും, അതായത് നശിപ്പിക്കുകയും ചെയ്യുന്നു. സോ ഈ ഒരു 4th സ്റ്റെപ്പ് വരെയുള്ള ആ ഭാഗമാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. 5th സ്റ്റെപ്പ് എത്തുന്നത് ഫാഗോസൈറ്റോസിസിലാണ്. എന്താണ് പറയുന്നത്? ഫാഗോസൈറ്റോസിസ്. അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് പറയുന്നതായിരിക്കും. സോ 4th സ്റ്റെപ്പ് വരെയുള്ള ഈ ഒരു ഭാഗമുണ്ടല്ലോ, അതെന്തിലാണ് ഉൾപ്പെടുന്നത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ. നെക്സ്റ്റ്, ഈ ഒരു പിക്ചറിലൂടെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയല്ലേ അതിലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. The cells that get damaged by a wound or by an infection produce certain chemical substances. ഒരു മുറിവിലൂടെ ഡാമേജ് ആയിട്ടുള്ള സെൽസ്, കോശങ്ങൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കെമിക്കൽ സബ്സ്റ്റൻസസ്, രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. These substances dilate the capillaries, thereby increasing the blood flow. ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് തൊട്ടടുത്തുള്ള എവിടെയാണോ മുറിവുണ്ടായിട്ടുള്ളത് അതിനടുത്തുള്ള ബ്ലഡ് കാപ്പിലറീസ് ഡൈലേറ്റ് ചെയ്യുന്നു, വികസിപ്പിക്കുകയും അതിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ, രക്തപ്രവാഹം കൂട്ടുകയും ചെയ്യുന്നു. ബ്ലഡ് പ്ലാസ്മ ആൻഡ് മോർ വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ച് ദ വൂണ്ട് സൈറ്റ്. സോ ആ ഒരു ബ്ലഡിൽ നിന്ന് ബ്ലഡ് പ്ലാസ്മയും അതുപോലെ കൂടുതലായിട്ടുള്ള WBCയും എവിടെയാണോ മുറിവുണ്ടായിട്ടുള്ളത് അവിടേക്ക് എത്തുന്നു. ദിസ് ഈസ് ദി റീസൺ ഫോർ ദി സ്വെല്ലിംഗ് ഓഫ് ദി വൂണ്ട് സൈറ്റ്. സോ അതായത് ബ്ലഡ് പ്ലാസ്മയും വൈറ്റ് ബ്ലഡ് സെൽസും ആ ഒരു വൂണ്ട് സൈറ്റിലേക്ക് എത്തുന്നത് മൂലമാണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാകുന്നത്. വീങ്ങൽ, പ്രതികരണം, ഒരു വീക്കം, നീര് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. സോ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 4th സ്റ്റെപ്പ് വരെയാണ് എന്തുള്ളത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉള്ളത്. ദിസ് ഡിഫൻസ് മെക്കാനിസം ഈസ് നോൺ ആസ് എ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസമാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്നറിയപ്പെടുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഇസ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് ഓഫ് ജേംസ്. നമുക്കറിയാം അല്ലേ, ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക, എൻഗൾഫ് ചെയ്യുകയും ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുക. ദ സെൽസ് ദാറ്റ് ആർ എൻഗേജ്ഡ് ഇൻ ദിസ് പ്രോസസ് ആർ കോൾഡ് ഫാഗോസൈറ്റ്സ്. ഏത് കോശങ്ങളാണോ, ഏത് സെൽസ് ആണോ ഈ ഒരു പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്, എൻഗേജ്ഡ് ആവുന്നത്, ആ ഒരു സെൽസിനെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റ് എന്ന്. എന്താ പറയുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന ആ ഒരു പ്രോസസ്സ് കാണിക്കുന്ന സെൽസിനെ പറയുന്ന പേരെന്താണ്? ഫാഗോസൈറ്റ്സ്. എന്താ പറയുന്നത്? ഫാഗോസൈറ്റ്സ്. എളുപ്പമാണ് അല്ലേ? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ജേംസിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന സെൽസ് എന്തെന്ന് നമ്മൾ വിളിക്കും? ഫാഗോസൈറ്റ്സ് എന്ന് വിളിക്കും. സോ ഫാഗോ മീൻസ് ടു എൻഗൾഫ്, വിഴുങ്ങുക. സൈറ്റ് മീൻ സെൽ അഥവാ കോശം. ദ വൈറ്റ് ബ്ലഡ് സെൽസ്, നെയിംലി മോണോസൈറ്റ്സ് ആൻഡ് ന്യൂട്രോഫിൽസ് ആർ ഫാഗോസൈറ്റ്സ്. വൈറ്റ് ബ്ലഡ് സെൽസ് WBC ആയിട്ടുള്ള മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ഫാഗോസൈറ്റ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.
നമ്മൾ ആ വൈറ്റ് ബ്ലഡ് സെൽസ് 5 പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അല്ലേ, ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നമ്മൾ എടുത്തെടുത്ത് പഠിച്ചില്ലേ. അതിൽ മോണോസൈറ്റിൻ്റെയും ന്യൂട്രോഫിലിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയിങ് ദ ജേം. ഇനി നമുക്ക് ഏതെല്ലാം സ്റ്റേജിലൂടെയാണ് ഫാഗോസൈറ്റോസിസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ്, ദ പെത്തോജനിസ് എൻറ്റർ ഇൻ ടു അവർ ബോഡി. ആദ്യം തന്നെ ഒരു പെത്തോജൻ രോഗമാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുമ്പോൾ ആരവിടെ എത്തും? മോണോസൈറ്റോ അല്ലെങ്കിൽ ന്യൂട്രോഫിലായിട്ടുള്ള WBC. കാരണം ഫാഗോസൈറ്റോസിസ് നടത്തുന്നത് ആരാണ്? ഫാഗോസൈറ്റുകളാണ്. സോ ഫാഗോസൈറ്റുകൾക്ക് എക്സാമ്പിൾ ആരെയാണ് നമ്മൾ പഠിച്ചത്? ന്യൂട്രോഫിലിനെയും മോണോസൈറ്റിനെയും. അപ്പോൾ ഈ കാണുന്നത് ഒന്നെങ്കിൽ മോണോസൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആരായിരിക്കാം? ന്യൂട്രോഫിലായിരിക്കാം. നമുക്കിപ്പോൾ അതൊരു മോണോസൈറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് വരുന്നു? ഒരു രോഗാണു വന്നു, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? WBC, അതായത് ബ്ലഡ് കാപ്പിലറി ഡൈലേറ്റ് ചെയ്യുന്നത് വഴി WBCയും ബ്ലഡ് പ്ലാസ്മയും ഒക്കെ ആ ഒരു വൂണ്ട് സൈറ്റിലേക്ക് എത്തിയതിന് ശേഷം ന്യൂട്രോഫിലും മോണോസൈറ്റും കൂടിയിട്ട് എൻഗൾഫ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു പോർഷനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സോ പെത്തോജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ദ എൻഗൾസ് പെത്തോജൻ ഇൻ ദി മെംബ്രെയിൻ സാക്ക്, അതായത് ഫാഗോസൈറ്റുകളുടെ മെംബ്രെയിൻ സാക്കിൻ്റെ ഉള്ളിലേക്ക് ഈ പെത്തോജൻ വരികയും അത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ പെത്തോജൻ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെംബ്രെയിൻ സാക്ക് കവർ ചെയ്യും. സോ ഫാഗോസൈറ്റ് ആയിട്ടുള്ള മോണോസൈറ്റോ ന്യൂട്രോഫിലോ ഈ പെത്തോജൻ എന്ത് ചെയ്യാണ്? എൻഗൾഫ് ചെയ്യാണ്. എന്തിൻ്റെ ഹെൽപ്പോട് കൂടി? മെംബ്രെയിൻ സാക്ക്, ദാറ്റ് മീൻസ് തരസഞ്ചിയുടെ ഹെൽപ്പോട് കൂടി പെത്തോജൻ എന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്യുന്നു. ആര്? ഫാഗോസൈറ്റുകൾ. സോ ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റിലും കാണാൻ കഴിയുന്നതാണ് ലൈസോസോം. ദിസ് ലൈസോസോം കമ്പൈൻസ് വിത്ത് മെംബ്രെയിൻ സാക്ക്. ഈ മെംബ്രെയിൻ സാക്കിൻ്റെ ഉള്ളിലാണല്ലോ നമ്മുടെ ജേംസ് ഇരിക്കുന്നത്. ഈ ജേംസും അതുപോലെ തന്നെ ഈ ഒരു ലൈസോസോം എന്ത് ചെയ്യുന്നുണ്ടാവും? കമ്പൈൻ ചെയ്യുന്നു, കൂടിച്ചേരുന്നു. ദെൻ ദ പെത്തോജൻസ് ആർ ഡീജനറേറ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ് ബൈ ദി എൻസൈംസ് ഇൻ ലൈസോസോംസ്. ഈ ഒരു ലൈസോസോമിൻ്റെ അകത്ത് ധാരാളം എൻസൈംസ് ഉണ്ട്, രാസാഗ്നികളുണ്ട്. ഈ എൻസൈംസ് ഈ ജേംസ്, ഈ മെംബ്രെയിൻ സാക്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജേംസിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ആദ്യം ഈ പെത്തോജൻ വരുന്നു, പെത്തോജനെ എൻഗൾഫ് ചെയ്യുന്നു. മെംബ്രെയിൻ സാക്കിൻ്റെ ഹെൽപ്പോട് കൂടി ഈ ഒരു ഫാഗോസൈറ്റ് ഈ പെത്തോജൻ എന്ത് ചെയ്യുന്നു? എൻഗൾഫ് ചെയ്യുന്നു, വിഴുങ്ങുന്നു. ദെൻ വിഴുങ്ങിയിട്ട് ആ മെംബ്രെയിൻ സാക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഈ ഒരു മെംബ്രെയിൻ സാക്കും അതുപോലെ തന്നെ ഈ ന്യൂട്രോഫിലോ അല്ലെങ്കിൽ മോണോസൈറ്റിലോ കാണപ്പെടുന്ന ലൈസോസോമുമായി കമ്പൈൻ ചെയ്യുന്നു. ദെൻ ഈ ഒരു ലൈസോസോമിലുള്ള ആ ഒരു എൻസൈംസ് എന്ത് ചെയ്യും? ഈ ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീജനറേറ്റ് ചെയ്യുക എന്നാണ് നശിപ്പിക്കുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഫാഗോസൈറ്റോസിസ് നടക്കുന്നത്. ആ ഒരു ഫാഗോസൈറ്റോസിസ് നടപ്പിലാക്കുന്ന സെൽസിനെയാണ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഫാഗോസൈറ്റിന് എക്സാമ്പിളായിട്ടുള്ള WBCs ആണ് ന്യൂട്രോഫിലും മോണോസൈറ്റും. സോ ഫാഗോസൈറ്റോസിസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ട പിടിക്കൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ശരീരത്തിൽ ഒരു വൂണ്ട് ഉണ്ടായാൽ, ഒരു മുറിവുണ്ടായാൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം എന്തുണ്ടായി? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അഥവാ വീങ്ങൽ പ്രതികരണമുണ്ടായി. സെക്കൻഡ് സ്റ്റെപ്പാണ് ഫാഗോസൈറ്റോസിസ്. നമ്മുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുള്ള ആ ഒരു ജേംസിനെ എല്ലാം വിഴുങ്ങി നശിപ്പിക്കുന്നു, എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എന്ത് വേണം? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് അല്ലേ. നമ്മുടെ ശരീരത്തിലുണ്ടായ ആ ഒരു വൂണ്ടിലൂടെയുള്ള ആ ഒരു ബ്ലഡിൻ്റെ ക്ലോട്ടിംഗ്, രക്തം കട്ടപിടിക്കലാണ് ഇനി നടക്കേണ്ട പ്രോസസ്സ്. സോ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് ഓൾസോ എ ഡിഫൻസ് മെക്കാനിസം. മറ്റൊരു പ്രതിരോധ പ്രവർത്തനമാണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് കൺസോളിഡേറ്റഡ് ബിലോ. ഈ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന ഒരു പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് തന്നിട്ടുള്ളത്. സോ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നത്? ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് at the site of wound degenerate to form the enzyme called thromboplastin. സോ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ത്രോംബോപ്ലാസ്റ്റിൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് പറയുന്നത്? ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് വൂണ്ട്. മുറിവ്, നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായ ഭാഗത്തെ ടിഷ്യൂസ്, കലകളും പ്ലേറ്റ്ലെറ്റ്സ്, എന്താണത്? പ്ലേറ്റ്ലെറ്റ്സും എന്ത് ചെയ്യും? ഡീജനറേറ്റ് ടു ഫോം ദി എൻസൈം. അവ നശിച്ചു പോകും അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായ ആ ഭാഗത്തെ സെൽസും ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം എന്തുണ്ടാവും? ഡീജനറേറ്റഡ് ആവും. അങ്ങനെ ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഈ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും എന്ത് ഫോം ചെയ്യുന്നു? ഒരു എൻസൈം. എന്താണ് ഫോം ചെയ്യുന്നത്? എൻസൈം. ആ എൻസൈമിൻ്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. എന്താ പറയുന്നത്? ത്രോംബോപ്ലാസ്റ്റിൻ. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക, വൂണ്ടുണ്ടായി, മുറിവുണ്ടാകുമ്പോൾ അവിടുത്തെ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം ഡീജനറേറ്റഡ് ആവും. അങ്ങനെ ഡീജനറേറ്റഡ് ആയിട്ടുള്ള ആ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും ഉണ്ടാക്കുന്ന എൻസൈമിൻ്റെ പേരാണ് എന്ത്? ത്രോംബോപ്ലാസ്റ്റിൻ. സോ ത്രോംബോപ്ലാസ്റ്റിൻ നമുക്കൊന്ന് നീക്കി വയ്ക്കാം. ഇനി അടുത്തത് എന്താണ്? പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ. പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്തായി മാറുന്നു? ത്രോംബിനായി മാറുന്നു. പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ത്രോംബിൻ. പ്രോത്രോംബിൻ, പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ത്രോംബോപ്ലാസ്റ്റിൻ, കാൽഷ്യം ആൻഡ് വൈറ്റമിൻ കെ. ത്രോംബോപ്ലാസ്റ്റിൻ്റെയും കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ കെയുടെയും സഹായത്തോടു കൂടി
പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ, പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ ത്രോംബിനായി കൺവേർട്ട് ചെയ്യുന്നു. എവിടെ നിന്നാണ് ഈ ത്രോംബോപ്ലാസ്റ്റിൻ വന്നത്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നമ്മുടെ മുറിവുണ്ടായിട്ടുള്ള ആ ഭാഗത്തെ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം ഡീജനറേറ്റ് ആയി മാറി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ഒരു എൻസൈമും ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ത്രോംബോപ്ലാസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമല്ല, അവിടെ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ കെയുടെയും പ്രസൻസ് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഉണ്ടായിട്ടുള്ള ത്രോംബിനെ മാറ്റിവെക്കാം കേട്ടോ. നെക്സ്റ്റ് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാസ്മ പ്രോട്ടീനാണ്. ദിസ് ഫൈബ്രിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫൈബ്രിൻ ഫൈബേഴ്സ്. എന്തായി മാറുന്നു? ഫൈബ്രിൻ ഫൈബേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ത്രോംബിൻ. ത്രോംബിൻ്റെ സഹായത്തോടുകൂടി ഫൈബ്രിനോജൻ എന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിൻ ഫൈബേഴ്സ് ആയിട്ടാണ് മാറുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സഹായിക്കാൻ വരുന്നത്. കണ്ടോ, ത്രോംബോപ്ലാസ്റ്റിൻ ഇവിടെ ഉണ്ടായി, ഇനി ഇവിടെ സഹായിക്കാനായിട്ട് ആര് വന്നു? ത്രോംബോപ്ലാസ്റ്റിൻ വന്നു. അങ്ങനെയല്ലേ പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നത്. ഇനി ഇവിടെ ത്രോംബിനുണ്ടായി, അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സഹായിയാണ്. കണ്ടോ, അവിടെ ഫൈബ്രിനോജൻ എന്തായി മാറുന്നു? ഫൈബ്രിൻ ഫൈബേഴ്സ് ആയി മാറുന്നു. ആരുടെ ഹെൽപ്പോട് കൂടി? ത്രോംബിൻ്റെ ഹെൽപ്പോട് കൂടി. നെക്സ്റ്റ് ഇവിടെ ആരാണ് ഇപ്പോൾ അവസാനമായിട്ട് ഉണ്ടായിട്ടുള്ളത്? ഫൈബ്രിൻ ഫൈബേഴ്സ് ആണ്. The red blood cells and platelets get entangled in the network of fibrin fibers to form the blood clot. ഇനി ഈ ഒരു ഫൈബ്രിൻ ഫൈബേഴ്സ് നമ്മുടെ ആ ഒരു വൂണ്ടുള്ള ഭാഗത്ത് വരുമ്പോൾ അതൊരു നെറ്റ്വർക്കാണ്, ഒരു വലക്കണ്ണി പോലെയാണ്. അങ്ങനെ ഫൈബ്രിൻ ഫൈബേഴ്സ് വരുമ്പോൾ അവിടെ ഈ റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കുടുങ്ങിപ്പോവും. അങ്ങനെ പ്ലേറ്റ്ലെറ്റ്സും റെഡ് ബ്ലഡ് സെൽസ് എല്ലാം കുടുങ്ങിപ്പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും? ബ്ലഡ് ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. ഫൈബ്രിൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെറ്റ്വർക്കാണ് കേട്ടോ, ഒരു വലക്കണ്ണി, ഒരു ചങ്ങല പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെയുള്ള ആ റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം അവിടെ വന്ന് തങ്ങി നിൽക്കും. തങ്ങി നിൽക്കുമ്പോൾ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലഡിന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിങ് എന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. മനസ്സിലായല്ലോ മക്കളെ? എന്താണ് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നത്? മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ കുഞ്ഞാ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ നമ്മുടെ ശരീരത്തിലുണ്ടാവും. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ വൂണ്ടുള്ള ഭാഗത്ത് ആ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം ഡീജനറേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവുന്നത്. അതൊരു എൻസൈമാണ്, അതിനാണ് ഇമ്പോർട്ടൻസ്. അതൊരു എൻസൈമാണ്. ഈ ഒരു ത്രോംബോപ്ലാസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നത്. അവിടെ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ കെയുടെയും ആവശ്യമുണ്ട്. ദെൻ ത്രോംബിൻ്റെ ഹെൽപ്പോട് കൂടി ഫൈബ്രിനോജൻ, ദാറ്റ് മീൻസ് പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ഫൈബ്രിനോജൻ എന്തായി മാറുന്നു? ഫൈബ്രിൻ ഫൈബേഴ്സായി മാറുന്നു. ആ ഫൈബേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം അതൊരു നെറ്റ്വർക്കായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ നെറ്റ്വർക്കായിട്ട് ആക്ട് ചെയ്യുന്ന ഫൈബ്രിൻ ഫൈബേഴ്സിൽ ആരാണ് എൻടാങ്കിൾ ചെയ്യുന്നത്? ദാറ്റ് മീൻസ് കുടുങ്ങിപ്പോകുന്നത് പ്ലേറ്റ്ലെറ്റ്സും റെഡ് ബ്ലഡ് സെൽസും ആണ്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവുന്നത്? ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാവുന്നത്. ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കുറച്ച് ചോദ്യങ്ങളാണ്, അതിന് ആൻസേഴ്സ് നിങ്ങൾ പറയണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഇസ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? ഏത് എൻസൈമിൻ്റെ സഹായത്താലാണ് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നത്? ഏതാണ്? ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ ഇസ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് എലമെൻറ്റ് ഇസ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? കാൽഷ്യമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാസ്മ പ്രോട്ടീൻ ഇസ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്, അല്ലേ? ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബ്ലഡ് സെൽ ഇസ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? ഏത് രക്തകോശമാണ് രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്നത്? അതാരാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. സോ നമ്മൾ ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റും ത്രോംബോപ്ലാസ്റ്റിനും കാൽഷ്യവും വൈറ്റമിൻ കെയും ഫൈബ്രിനോജനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന ആ ഒരു പ്രോസസ്സ് നടക്കില്ല. സോ കാൽഷ്യം ആവട്ടെ, വൈറ്റമിൻ കെ ആവട്ടെ, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈം ആയിക്കോട്ടെ, പ്ലാസ്മ പ്രോട്ടീൻ എന്ന ഫൈബ്രിനോജൻ ആകട്ടെ, പ്ലേറ്റ്ലെറ്റ്സ് ആയിക്കോട്ടെ, ഇവ എല്ലാം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കുറവ് പോലും നമുക്ക് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന ഒരു പ്രോസസ്സ് നടക്കാതെ വരും. സോ ഇവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു ഹീമോഫീലിയ എന്ന ഡിസീസിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ട് നിങ്ങൾക്കത്? ഒരു ജനറ്റിക് ഡിസീസാണ്. ഈ ഹീമോഫീലിയ എന്ന ആ ഒരു ഡിസീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന ആ ഒരു പ്രോസസ്സ് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതൊരു ജനറ്റിക് ഡിസീസസ് കൂടിയാണ്. സോ ഹീമോഫീലിയ പേഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു ആളുടെ ബോഡിയിൽ ഇതിലേതെങ്കിലും ഒന്ന്, ത്രോംബോപ്ലാസ്റ്റിൻ ആവാം, അല്ലെങ്കിൽ വൈറ്റമിൻ കെ ആവാം, കാൽഷ്യം, ഫൈബ്രിനോജൻ, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കുറവ് മൂലമാണ് ആ ഒരു രോഗം അയാൾക്ക് ഉണ്ടാകുന്നത്. സോ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ദാറ്റ് ഇസ് ഹീലിംഗ് ഓഫ് വൂൺസ്, മുറിവ് ഉണങ്ങൽ.
കാരണം ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മുറിവ് ഉണക്കലാണ് അല്ലേ? ആദ്യം ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി, ദെൻ ഫാഗോസൈറ്റോസിസ് സംഭവിച്ചു, അതിനുശേഷം ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടായി. ഇനി രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവേണ്ടത്? മുറിവ് ഉണങ്ങലാണ് അല്ലേ? ബ്ലഡ് ക്ലോട്ടിംഗ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ബ്ലീഡിംഗ് ആൻഡ് ചെക്സ് ദ എൻട്രി ഓഫ് പെത്തോജൻസ് ത്രൂ വൂൺസ്. ബ്ലഡ് ക്ലോട്ടിംഗ് അഥവാ രക്തം കട്ടപ്പിടിക്കൽ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ബ്ലീഡിംഗ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നത് തടയുന്നു അല്ലേ? ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു മുറിവിലൂടെ, നമുക്ക് എവിടെയാണോ മുറിവുണ്ടായത് ആ മുറിവിലൂടെയുള്ള പെത്തോജൻസിൻ്റെ എൻട്രി കൂടി പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിക്കുമ്പോഴാണ് അല്ലേ? ആസ് ബ്ലഡ് ക്ലോട്ട്സ് ദ പ്രോസസ് ഓഫ് ഹീലിംഗ് ഓഫ് വൂൺസ് ഓൾസോ ബിഗിൻസ്. എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ ആ മുറിവുണ്ടായ ഭാഗത്ത് ബ്ലഡ് ക്ലോട്ട് ആവുന്നത്, രക്തം കട്ടപിടിക്കുന്നത്, അതിനുശേഷം എന്ത് തുടങ്ങും? ആ ഒരു മുറിവ് ഉണങ്ങാൻ തുടങ്ങും. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് ഹീലിംഗ് ഓഫ് വൂൺസിനെ കുറിച്ചാണ്, മുറിവ് ഉണങ്ങുന്നതിനെ കുറിച്ചാണ്. ഹീലിംഗ് ഓഫ് വൂണ്ട് ഈസ് എ സ്റ്റേജ് ആഫ്റ്റർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആൻഡ് ബ്ലഡ് ക്ലോട്ടിംഗ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനും ബ്ലഡ് ക്ലോട്ടിങ്ങിനും ശേഷം നടക്കുന്ന സ്റ്റേജാണ് ഹീലിംഗ് ഓഫ് വൂണ്ട്. വെൻ എ വൂണ്ട് ഒക്കേഴ്സ്, new similar tissues are formed in place of the tissues damaged or lost by the wound. In such situations, the wound scar does not remain. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ സെൽസ് എല്ലാം ഡാമേജ്ഡ് ആയി പോകും, ആ ഭാഗത്തുള്ള കോശങ്ങളെല്ലാം നശിച്ചു പോകും. എന്നിട്ട് ആ ഭാഗത്ത് തന്നെ, ആ വൂണ്ട് ഉണ്ടായിട്ടുള്ള ഭാഗത്ത് പുതിയതായിട്ട് എന്ത് വരും? സെൽസ് ഫോം ചെയ്യും. അങ്ങനെ പുതിയതായി വരുന്ന ആ ഒരു സെൽസ് നശിച്ചു പോയിട്ടുള്ള ആ ഒരു സെൽസിനെ പോലെ തന്നെയാണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള മുറിവിൻ്റെ അടയാളമോ അവശേഷിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ സെൽസ് എല്ലാം ഡാമേജ് ആയി പോകും. മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ആ ഡാമേജ് ആയിട്ടുള്ള സെൽസിന് പകരം പുതിയ സെൽസ് ഫോം ചെയ്യും. ഈ വരുന്ന പുതിയ സെൽസ് ഡാമേജ് ആയി പോയിട്ടുള്ള അതേ സെൽസ് പോലുള്ളതാണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള മുറിവിൻ്റെ അടയാളമോ ഉണ്ടാവില്ല. ബട്ട് ഇൻ കേസസ് വെൻ ന്യൂ സിമിലർ ടിഷ്യൂസ് കനോട്ട് ബി ഫോംഡ്, ദ കണക്റ്റീവ് ടിഷ്യൂ ഹീൽസ് ദ വൂണ്ട്. ഇനി നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായപ്പോൾ നശിച്ചു പോയിട്ടുള്ള കോശങ്ങൾക്ക് പകരം അതേ സിമിലർ ആയിട്ടുള്ള ടിഷ്യൂസ് അല്ല അവിടെ ഫോം ചെയ്യുന്നത്. പകരം ആരാണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ആ ഒരു മുറിവ് ഉണക്കാൻ വരുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്തുണ്ടാവും? വൂണ്ട് സ്കാർ റിമെയിൻസ്. അവിടെ ആ മുറിവിന് എന്തുണ്ടാവും? അടയാളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മുറിവിന് അടയാളം ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് വന്ന ആരായിരിക്കും? കണക്റ്റീവ് ടിഷ്യൂസ് ആയിരിക്കും. അവിടെ ആ നശിച്ചു പോയിട്ടുള്ള ആ ഒരു സെൽസ്, വൂണ്ട് ഉണ്ടായപ്പോൾ നശിച്ചു പോയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിന് പകരം വന്നിട്ടുള്ളത് കണക്റ്റീവ് ടിഷ്യൂസ് ആയിരിക്കും. അപ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ മുറിവിൻ്റെ അടയാളം, സ്കാർസ്, അത് റിമെയിൻ ചെയ്യുന്നുള്ളൂ, അവശേഷിക്കുകയുള്ളൂ. മറിച്ച് ആ ഒരു വൂണ്ട് ഉണ്ടാകുമ്പോൾ ഡാമേജ് ആയിട്ടുള്ള സെൽസ് തന്നെയാണ് വീണ്ടും വരുന്നതെങ്കിൽ, അതേപോലുള്ള സിമിലർ ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് വീണ്ടും വരുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? മുറിവിന് അടയാളം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ഇൻഫെക്ഷൻസ് ത്രൂ ദ വൂണ്ട് സ്ലോ ഡൗൺ ദി ഹീലിംഗ് പ്രോസസ്. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻസ്, അണുബാധ വരികയാണെങ്കിൽ ആ ഒരു വൂണ്ട്, മുറിവ് ഉണങ്ങാനായിട്ട് കാലതാമസം എടുക്കും അല്ലേ? എ സ്ട്രോങ് ഡിഫൻസ് സിസ്റ്റം ആക്സിലറേറ്റ് ദ പ്രോസസ് ഓഫ് വൂണ്ട് ഹീലിംഗ് ആൻഡ് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. നമ്മുടെ ശരീരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് ഉള്ളതെങ്കിൽ വൂണ്ട് ഹീലിംഗ്, മുറിവ് ഉണങ്ങുക എന്ന ആ ഒരു പ്രോസസ്സും ഒപ്പം തന്നെ ഇൻഫെക്ഷൻസ്, അണുബാധ ഏൽക്കുക എന്നതിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല ഒരു ശക്തമായിട്ടുള്ളൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസും വരും, അതുപോലെ തന്നെ പെട്ടെന്നൊന്നും നമ്മുടെ ശരീരത്തിൽ ആ ഒരു മുറിവ് ഉണങ്ങുകയില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിഫെൻസീവ് മെക്കാനിസം തന്നെ വേണം. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, APTT. What is this? APTT is the test to detect the cause of excess bleeding or lack of clotting of blood. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായതിന് ശേഷം എക്സസ് ആയിട്ട്, അതായത് വളരെയധികം ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്, ആ ഒരു ബ്ലഡ് പോകുന്നത് ക്ലോട്ട് ആവുന്നില്ല, ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കുന്നില്ല. സോ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് APTT എന്ന് പറയുന്നത്, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. Specific reagents are added to the blood sample and the time taken for blood clotting is found out. ആരുടെ ശരീരത്തിൽ നിന്നാണ് ഇങ്ങനെ എക്സസ് ആയിട്ട് ബ്ലീഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരാളുടെ എന്തെടുക്കും? ബ്ലഡ് സാമ്പിൾ എടുക്കും. എന്നിട്ട് ചില റിയാജൻസ്, ചില അഡീഷണൽ ആയിട്ടുള്ള ഒരു റിയാജൻസ് അതിൽ ആഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു റിയാജൻ ആഡ് ചെയ്തതിന് ശേഷം അത് എപ്പോഴാണ് ആ ഒരു ബ്ലഡ് ക്ലോട്ട് ആവുന്നത്, രക്തം കട്ട പിടിക്കുന്നത്, അതിനെടുക്കുന്ന സമയം എന്ത് ചെയ്യും? മെഷർ ചെയ്യും. The normal value of this test is 30 to 40 seconds. സാധാരണയായിട്ട് ഈ ഒരു റിയാജൻ ബ്ലഡ് സാമ്പിളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ 30 മുതൽ 40 സെക്കൻഡിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആവണം. The quantity and action of the factors that help in blood clotting can be dictated by this test. സോ ഈ ഒരു ടെസ്റ്റിലൂടെ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം മെഷർ ചെയ്യാനായിട്ട് പറ്റും. Usually, when a wound occurs in human beings,
ബ്ലീഡിംഗ് ലാസ്റ്റ് ഫോർ 2 to 7 minutes ആൻഡ് ഇറ്റ് ക്ലോഡ്സ് വിത്തിൻ 8 to 15 minutes. നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ, ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അതിന്ന് ആ രക്തപ്രവാഹം ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് 2 മുതൽ 7 മിനിറ്റ് വരെയായിരിക്കും. അപ്പോൾ 2 മുതൽ 7 മിനിറ്റിനുള്ളിൽ എന്തുണ്ടാവും, ഈ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു മുറിവുണ്ടാവുകയാണെങ്കിൽ. എന്നിട്ട് 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ എന്തുണ്ടാവണം, ആ ഒരു ബ്ലഡിൻ്റെ ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കുകയും വേണം. ഒരു സാധാരണ മനുഷ്യരിലുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ അതിലുപരി 2 മിനിറ്റ് മുതൽ 7 മിനിറ്റിനുള്ളിൽ ഈ ഒരു ബ്ലീഡിങ് നിന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു APTT ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് നിൽക്കാത്തത്, ഏത് ഫാക്ടറാണ് നമ്മുടെ ശരീരത്തിൽ കുറവുള്ളത്, ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കാനുള്ള ഫാക്ടേഴ്സൊക്കെ നമ്മൾ പരിചയപ്പെട്ടില്ലേ. സോ ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സിൻ്റെ ആ ഒരു കുറവ് മൂലമായിരിക്കാം നമ്മുടെ ആ ഒരു ബ്ലീഡിങ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലീഡിങ് നിൽക്കാത്തത്. സോ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതൊരു ടെസ്റ്റാണ്, ഒരു മെത്തേഡ് ഓഫ് ടെസ്റ്റാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഒരു വൂണ്ട് ഉണ്ടായാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പറഞ്ഞു, ദെൻ ഫാഗോസൈറ്റോസിസ് പറഞ്ഞു, ബ്ലഡ് ക്ലോട്ടിംഗ് പറഞ്ഞു, അതിൽ ഉൾപ്പെടുന്ന ഫാക്ടേഴ്സിനെയും പറഞ്ഞു, അവസാനമായി പറഞ്ഞത് ഹീലിംഗ് ഓഫ് വൂണ്ട്സ് ആയിരുന്നു. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.